അങ്ങനെ നമ്മുടെ രേവതി തുണിയൊക്കെ മടക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സച്ചി ചെന്നിട്ട് നമ്മുടെ രേവതി ഓരോന്ന് പറഞ്ഞ് കുശുമ്പ് കയറ്റുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ രേവതിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് ഒരു തലേനെ എടുത്തിട്ട് ഓടി വരുന്നത് നമ്മുടെ സച്ചി അടിക്കാൻ വേണ്ടിയിട്ട് തലേനെ എറിയുമ്പോൾ നേരെ ചെന്ന് വീണത് നമ്മുടെ ചന്ദ്രൻ്റെ തലയിലേക്കാണ്. ആ സമയത്ത് നമ്മുടെ ചന്ദ്ര ദേഷ്യം വന്നിട്ട് നമ്മുടെ രേവതിയോട് പറയുന്നുണ്ട്, നിനക്കിപ്പോൾ കുറച്ചായിട്ട് കൂടിയിട്ടുണ്ട്, നീ തലേനെ എൻ്റെ മുഖത്തേക്ക് വേണച്ചിട്ട് മനഃപൂർവ്വം എറിഞ്ഞതാ, നിൻ്റെ തളപ്പ് ഞാൻ മാറ്റി തരാടി എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ രേവതിയോട്. എന്തായാലും ആ പ്രശ്നം നമ്മുടെ സച്ചി അങ്ങനെ ഓരോന്ന് പറഞ്ഞ് സോൾവ് ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് എന്തായാലും നമ്മുടെ വർഷ കുറച്ച് പപ്പായൊക്കെ കൊണ്ടുവരുന്നുണ്ട് ജ്യൂസ് അടിക്കണം തുടങ്ങുന്ന സമയത്ത് നമ്മുടെ രേവതി ചോദിക്കുന്നുണ്ട്, എന്താ നീ ചെയ്യണമെന്ന് പറയുമ്പോൾ ചേച്ചി കുറച്ച് ജ്യൂസ് കുടിക്കാൻ തോന്നുക പപ്പായ ജ്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ വർഷ. എന്തായാലും രേവതി പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അവിടെ വെച്ചുകൊണ്ട് നമ്മുടെ രേവതി ആണെങ്കിൽ പോകേണ്ട. ആ സമയത്ത് നമ്മുടെ വർഷയാണെങ്കിൽ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നോട് മാപ്പാക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പ്രാർത്ഥിച്ച് കുടിക്കാൻ തുടങ്ങുമ്പോഴേക്കും നമ്മൾ ചന്ദ്രയാണെങ്കിൽ ആ ജ്യൂസ് എടുത്തിട്ട് പോയിട്ട് ഒറ്റ കുടി അങ്ങോട്ട് കുടിക്കുന്നുണ്ട്. നമ്മുടെ വർഷയ്ക്കാണെങ്കിലോ വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് നേരെ ചെല്ലുന്നുണ്ട് ചന്ദ്രൻ്റെ എത്തിക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഇത്ര വലിയൊരു മോഷ്ടാവാണ് ഞാൻ കരുതിയില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ചന്ദ്ര പറയുന്നത്, നീ എന്താടി എന്നെ വിളിച്ച് മോഷ്ടാവാന്ന് പറഞ്ഞിട്ട് അടിക്കാൻ കൈ ഓങ്ങുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ശ്രുതിയാണെങ്കിൽ പറയുന്നത്, അമ്മ മോഷ്ടിച്ചതന്നെ, അമ്മ എന്തിനാ മോഷ്ടിച്ച് ജ്യൂസ് കുടിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രയോട് നമ്മുടെ ശ്രുതിയും ദേഷ്യപ്പെടാൻ തുടങ്ങുന്നുണ്ട്. എന്തായാലും ശ്രുതി പറയുന്നത്, ഇതിനൊരു അന്തിമ തീരുമാനം എടുക്കാൻ നമ്മുടെ അച്ഛനെ വിളിക്കാം. എന്തായാലും ഞാൻ അച്ഛനെ വിളിക്കട്ടെ, അച്ഛൻ പറയട്ടെ ഇതിന് എന്താ ചെയ്യേണ്ടതെന്ന് പറയേണ്ടത്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.